ഇൻസ്പെക്ടർ ബൽറാം എന്നൊക്കെ പറയുന്ന സിനിമയിൽ ഒരു സിനിമ തന്നെ ചേട്ടാ, അതായത് പോലീസിലാ ജോലി. പോലീസിൽ റാങ്ക് കൂടിയ ഒരു ഉദ്യോഗസ്ഥയാണ് കൽപ്പന ചേച്ചി. ജഗദീഷ് ഏട്ടൻ റാങ്ക് കുറഞ്ഞ ഒരാളാണ്. അപ്പൊ ജോലി സ്ഥലത്ത് ജഗദീഷ് ഏട്ടനെ ഭയങ്കരമായിട്ട് ഹറാസ് ചെയ്യുകയും ഓർഡർ ചെയ്യുകയും ക്രിറ്റിസൈസ് ചെയ്യുകയൊക്കെ ചെയ്യുന്ന ആളാണ്. വീട്ടിൽ വന്ന ജഗദീഷ് ഏട്ടന്റെ ഭാര്യ, പുള്ളിയുടെ കോംപ്ലക്സാ. പുള്ളി വീട്ടിൽ ഭർത്താവ് എന്നുള്ള ഒരു സുപ്പീരിയോറിറ്റി അധികാരം ഉപയോഗിച്ച് ഭയങ്കരമായിട്ട് ചീത്ത വിളിയും. ആ പടത്തില് വീട്ടിലെ കൽപ്പന ചേച്ചിയും സ്റ്റേഷനിലെ കൽപ്പന ചേച്ചിയും ഭയങ്കര വ്യത്യാസമുള്ള, ഭയങ്കര ചേഞ്ചാണ്. കാരണം അവിടെ ഇൻസ്പെക്ടറാണ്, ഇയാൾക്ക് കോംപ്ലക്സ്. എനിക്ക് ശശിയേട്ടൻ എന്ന് പറഞ്ഞ ഡയറക്ടറോട് പറ്റിയ ഏറ്റവും വലിയ ബഹുമാനം അതാണ്. കാരണം ഈ കോമഡി ചെയ്യുന്ന എല്ലാ ആർട്ടിസ്റ്റിനെയും സീരിയസ് റോൾസ് കൊടുക്കാൻ ധൈര്യം കാണിച്ചൊരു ഡയറക്ടർ ശശിയേട്ടനാണ്. അതിപ്പം പിന്നെ കുതിരവട്ടം പപ്പു എന്ന് പറഞ്ഞ ഒരു മഹാനടനെ മറ്റു പടങ്ങളിലുള്ള പോലെയല്ല, ആൾക്കൂട്ടത്തിൽ തനിയിലൊക്കെ ഇനി ഇറക്കി താഴെ കിടത്താം എന്നൊക്കെ പറയുന്ന കഥാപാത്രം എല്ലാവരെയും, പിന്നെ കുഞ്ഞാണ്ടി മാഷ് മുതൽ ബഹദൂർ അങ്കിൾ മുതൽ, അതൊരു ധൈര്യമാണ്. കാസ്റ്റിംഗ് എന്ന് പറയുന്നത് അങ്ങനെ ചെയ്യണം എന്ന് പറയുന്നതിന് ഒരു ഡയറക്ടർ, അതിന് അദ്ദേഹത്തിന് ഭയങ്കര ധൈര്യമാണ്. കാരണം മറ്റൊരു ഡയറക്ടർക്കും അന്ന് ഉണ്ടായിട്ടില്ല. ഇന്നത്തെ തലമുറയിലെ ഡയറക്ടേഴ്സിനോട് എനിക്ക് അങ്ങേയറ്റം ബഹുമാനം അതാണ്. ഇന്ദ്രൻസ് എന്നൊരു നടൻ ഈ തലമുറയിലെ ഡയറക്ടേഴ്സ് ഇല്ലെങ്കിൽ ഇങ്ങനെ ആവത്തില്ല. ജഗദീഷ് എന്ന് പറഞ്ഞൊരു നടൻ ആ കോമഡി കറക്കത്തിൽ രക്ഷപ്പെടാൻ പറ്റിയെന്ന് വരത്തില്ല. ഇവർക്ക് അതിനുള്ള ധൈര്യം ഉണ്ടായി. അന്ന് ഡയറക്ടേഴ്സിന്റെ ധൈര്യക്കുറവ് കൊണ്ട് മാത്രമല്ല കേട്ടോ, ബിസിനസ് ഇല്ല. കോമഡി ചെയ്യുന്ന കൽപ്പനയെ കൊണ്ട് വളരെ സീരിയസ് റോൾ ചെയ്താൽ ബിസിനസ് ആകുമെന്നുള്ള വിശ്വാസം നമുക്കല്ലേ. വ്യവസായമാണല്ലോ, അതില് അവർക്ക് ഏറ്റവും മാത്രമല്ല ഏറ്റവും കൂടുതൽ ഹ്യൂമർ കൂടെ ചെയ്യുന്ന എല്ലാം മിക്സ് ചെയ്യുന്ന ഒരു ഓൾറൗണ്ടറാണ് വേണുചേട്ടൻ. പക്ഷെ വേണുചേട്ടൻ അധികം ചെയ്ത കോമഡി സിനിമകളിലാണ് കൽപ്പന ചേച്ചി അഭിനയിച്ചത്. സീരിയസിൽ ഞാൻ അഭിനയിച്ചിരിക്കുന്നത്. പിന്നെ നിസർഗാണെങ്കിലും ഒരു അവരുടെ ആ ഒരു അവസ്ഥയാണ്. അതിലൊരു കാര്യം കൂടെ ഉണ്ട്, ആ ധൈര്യം ഏതെങ്കിലും ഒരു ഡയറക്ടർ കാണിക്കുന്ന ഒരു പോയിന്റിൽ പ്രൂവ് ചെയ്യേണ്ട ഉത്തരവാദിത്വം വലിയ തോതിൽ ഉത്തരവാദിത്വമാണ്. അത് IV ശശി ദാമോദരൻ മാഷ് അന്നത്തെ ഏറ്റവും വലിയ അഡ്രസ് ഉള്ള ഒരു ഫസ്റ്റ് റോയിൽ നിൽക്കുന്ന ഡയറക്ടർ ആയതുകൊണ്ടാണ്. ആരുണ്ടായാലും ഇല്ലെങ്കിൽ ഒരു പുതുമുഖത്തിനെ കാണിച്ചാലും റഹ്മാനെ 2 സീനിൽ കാണിക്കാൻ അന്ന് ധൈര്യം കാണിക്കുന്നത് IV ശശി മാത്രമേ ഉള്ളൂ. ഉണ്ട്. ഇപ്പോ ഈ കൽപ്പന ചേച്ചിയുടെ വീണ്ടും പറഞ്ഞ ഡോൾഫിൻ ബാർ എന്ന് പറയുന്ന പടത്തിൽ സുരേഷേട്ടന്റെ നായികയാണ്. നേരത്തെ പറഞ്ഞില്ലേ ഏത് ഭാഷയും പിടിക്കാനായിട്ട് തിരുവനന്തപുരം ഭാഷ കാര്യമായിട്ട് പിടിച്ചിട്ടുള്ളതാണ്. ഇനി ഏറ്റവും ഒടുക്കം നമ്മൾ ആലോചിച്ചാലും ചാർലി എന്ന് പറയുന്ന സിനിമയിലെ ക്യൂൻ മേരി എന്ന് വിളിക്കുന്ന ഒരു ക്യാരക്ടറാണ്. അങ്ങനെ ബാംഗ്ലൂർ ഡേയ്സിൽ എന്ന് പറയുന്ന ഒരു ക്യാരക്ടർ വരുമ്പോൾ നമ്മൾ കണ്ടോണ്ടിരുന്ന ഒരു കൽപ്പന ചേച്ചി ആയിരുന്നില്ല. ഞാൻ നേരത്തെ പറഞ്ഞെടുത്ത് ഒരു വലിയ വെല്ലുവിളി എന്താ വെച്ചാൽ, ഞാനൊരു സ്ഥലത്ത് പറഞ്ഞിട്ടുണ്ട്, ഇപ്പം വളരെ പോപ്പുലർ ആയിട്ടുള്ള ഒരു ഡിറ്റർജന്റ് കമ്പനി, നമ്മളൊക്കെ വീട്ടിൽ ഉപയോഗിക്കുന്ന ഏതൊരു കമ്പനി ആലോചിച്ചോ, ഇവര് നാളെ ഒരു ചായപ്പൊടി ഇറക്കുകയാണ്. വളരെ നല്ല ഏറ്റവും ക്വാളിറ്റി ഉള്ള ചായപ്പൊടിയാണേലും ഈ ചായപ്പൊടി മേടിച്ച് കുടിക്കാൻ ആളുകൾ മടിക്കും. ഇതിനൊരു ചെറിയ പത കണ്ടാൽ പോലും മറ്റേതാണോ എന്ന് സംശയിക്കും. അപ്പൊ ചേച്ചി പറഞ്ഞ ബിസിനസ് ഇല്ല ഇങ്ങനെയുള്ള ആർട്ടിസ്റ്റ് അതാണ് എന്ന് പറഞ്ഞിട്ടാണ്. കാരണം ഈ ഡിസ്ട്രിബ്യൂട്ടറാണ് അന്ന് പടം വന്ന് ഏറ്റെടുക്കേണ്ടത്, ഇന്നത്തെ രീതിയിലല്ല. അന്ന് അവര് വന്ന് ഇത് ഏറ്റെടുത്ത് ഒരു ബഡ്ജറ്റ് ഇട്ട് അവർക്ക് നമ്മൾ പടം കൊടുത്ത് അവരും കൂടെ നമുക്ക് പൈസ തന്നിട്ടാണ് നമ്മൾ പടം പ്രൊഡ്യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. നിർബന്ധാവസ്ഥയിൽ എത്തുകയാണ്. പിന്നെ വേറൊന്ന്, നമ്മൾ ഗൗരവമുള്ള കഥാപാത്രം ചെയ്യുമ്പോഴും അല്ലാത്തൊക്കെ ആൾക്കാർ ഈ ചെയ്യുന്ന കഥാപാത്രങ്ങളുടെ സ്വഭാവത്തോട് വ്യക്തിയുടെ കഥാപാത്രം ഭയങ്കര ഇണങ്ങി നിൽക്കും ഒരുപാട് പേർക്ക്. എനിക്കങ്ങനെ പലരെ പറ്റിയൊക്കെ തോന്നിയിട്ടുണ്ട്. കഥാപാത്രങ്ങളുടെ സ്വഭാവമായിട്ട് വലിയ മാറ്റങ്ങള് പിന്നെ വേറൊന്നും ഉണ്ടാവില്ല. ഈ സീരിയസ് ക്യാരക്ടേഴ്സ് ചെയ്യാൻ ഒരുപാട് ആർട്ടിസ്റ്റുകളുണ്ട്. അതെ, അതൊരു വലിയ ഘടകമാണ്. ഹ്യൂമർ ചെയ്യാൻ പറ്റുന്ന ആള് വേണ്ടേ. അശോക് പറഞ്ഞ പോലെ കൽപ്പനയ്ക്ക് പകരം വയ്ക്കാൻ ആ സമയത്ത് ആരുണ്ട് ഹ്യൂമർ ചെയ്യുന്ന ആർട്ടിസ്റ്റ്. പക്ഷെ ആർട്ടിസ്റ്റിന്റെ ഭാഗത്തുനിന്ന് ചിന്തിക്കുമ്പോൾ കുറച്ച് കഴിയുമ്പം ഒരേ പ്ലേറ്റിൽ പോവാൻ. പക്ഷെ അങ്ങനെ പോയാലും സിനിമയ്ക്ക് അങ്ങനെ ക്യാരക്ടർ വരുമ്പോ അതേ ആലോചിക്കത്തുള്ളൂ. അവരെ അങ്ങനെ സ്വാർത്ഥമായിട്ട് ചിന്തിക്കുക, അത് ആ റോള് പോലെ എന്നും കൂടെ പറയും. അതിനകത്ത് വന്ന് ആ റോള് പോലെ ഒരെണ്ണം വെക്കണം എന്നും കൂടെ പറയും. അതാണ് വേറൊരു കാര്യം കൂടി ഉണ്ട്. ഏത് ആർട്ടിസ്റ്റ് ആണെങ്കിലും ഏത് കലാകാരനാണെങ്കിലും കലാകാരിയാണെങ്കിലും നമ്മൾ എന്ത് വേഷം ചെയ്താലും നമ്മളതായിട്ടുള്ള ഒരു സാധനം, ഒരു ചെറിയ സംഭവം ഉണ്ടാവും ഏത് കാലത്തും. ഇപ്പം അശോകനാണെങ്കിലും ഉർവശിയാണെങ്കിലും കൽപ്പനയാണെങ്കിലും ഏത് ആർട്ടിസ്റ്റ് ആണെങ്കിലും നമ്മൾ എന്ത് ക്യാരക്ടർ ചെയ്താലും നമ്മളുടെ എവിടെയെങ്കിലും ഒരു സാധനം കുറച്ചായിട്ട് കിടപ്പുണ്ടാവും. അത് സ്വാഭാവികമാണ്.